ആധിപതിയേ ആനന്ദ കൃപ പെരും നദിയേ അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപ പെരും നദിയേ അനുദിനം നിൻ പാദം ഗതിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപ മതിയേ അടിയാനു നിൻ കൃപ മതിയേ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്നഭയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം വന്നിടുമോ പിന്നെ ഭയം. A king was very worried of his subjects because they were lazy. തൻ്റെ രാജ്യത്തിൻ്റെ പ്രജകൾ ഒക്കെയും മടിയന്മാർ എന്ന് കണ്ട രാജാവ് വളരെ ദുഃഖിച്ചു. He thought of an idea to educate them. അവരെ ഒന്ന് നേരാക്കുവാൻ പഠിപ്പിക്കുവാൻ രാജാവ് ഒരു കാര്യം ചിന്തിച്ചു. In the night he rolled out a rock and set out to the middle of the main road. രാത്രിയിൽ രാജാവ് ഒരു വലിയ പാറാങ്കല്ല് ഉരുട്ടി പട്ടണത്തിൻ്റെ പ്രധാന ശാലയുടെ നടുവിൽ സ്ഥാപിച്ചു. The next day as he watched, many people passed by. അങ്ങനെ രാജാവ് അതിരാവിലെ വന്ന് ഈ ജനം എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ച് പലരും ആ വഴിയായി കടന്നു പോകുന്നത് രാജാവ് കണ്ടു. But no one came forward to remove the rock. പക്ഷെ ഒരുത്തൻ പോലും നടുവഴിയിൽ സ്ഥാപിച്ച കല്ലിനെ ഒന്ന് ഉരുട്ടി മാറ്റുവാൻ ഉടമ്പട്ടില്ല. Instead they circumvented it and went in their own way. പകരം ആ കല്ലിന് തടസ്സത്തെ അവർ ഒഴിവാക്കി കടന്നുപോയി. The king soon lost his patience. ഇത് ശ്രദ്ധിച്ച രാജാവിന് തൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു. He gathered all his subjects around the rock. എല്ലാ നാട്ടിൻ്റെ പ്രജകളെയും കല്ലിന് ചുറ്റും കൂട്ടിവരുത്തി നിർത്തി. The king himself removed the rock. അവിടെ മുമ്പായി രാജാവ് തന്നെ ആ കല്ലിനെ ഉരുട്ടി മാറ്റി. And underneath was a bag full of gold. ആ കല്ലിൻ്റെ താഴെ മറവിൽ ഒരു സഞ്ചി നിറച്ച് സ്വർണം ഉണ്ടായിരുന്നു. The sluggards hung up their head in shame. മടിയന്മാർ ഇത് കണ്ടിട്ട് ലജ്ജിച്ച് തല കുനിഞ്ഞ് നിന്ന്. Dear brothers, സഹോദരങ്ങളെ, work hard and blessing will come in your way. കഠിനമായി അധ്വാനിക്കുക, അനുഗ്രഹം നിന്റെ പുറകെ വരും. There was a great king in world history. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയവനായ ഒരു രാജാവ് ഉണ്ട്. His name was King David. അദ്ദേഹത്തിൻ്റെ പേര് ദാവീദ് രാജാവ് എന്നാണ്. In the beginning he was just a shepherd boy. തൻ്റെ ജീവിതത്തിൽ വെറും ഒരു ആട്ടിടയനായിരുന്നു ദാവീദ്. But by God's grace and hard work he reached the position of King of Israel. പക്ഷേ ദൈവകൃപ നിമിത്തം കഠിനാധ്വാന നിമിത്തം വളരെ ശീഘ്രത്തിൽ രാജാവ് എന്നുള്ള സ്ഥാനത്തിൽ കുതിച്ച് ദാവീദ് ഉയർന്നു. There is no other king in world history who has continuously won 9 battles at a stretch. ലോക ചരിത്രത്തിൽ തൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി 9 യുദ്ധങ്ങൾ തുടർച്ചയായി ജയിച്ച ഒരു രാജാവ് പോലും ചരിത്രത്തിലില്ല. The Bible says in 1 Samuel 7 verse 20, 1 സാമുവേൽ 7:20 വേദപുസ്തകം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. David, when he was just a shepherd boy, completed all his work assigned for that day before the army of the nation started the morning march. ദാവീദ്
ആട്ടിടയനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ പട്ടാളം രാവിലത്തെ മാർച്ച് തുടങ്ങും മുമ്പ് തന്നെ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട എല്ലാ കർത്തവ്യവും എല്ലാ ജോലിയും ചെയ്ത് തീർത്തിരുന്നു. Therefore, work hard, ആകയാൽ കഠിനമായി അധ്വാനിപ്പിൻ. and God's blessing will rush upon you. ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നെ അന്വേഷിച്ചു വരും. God bless you. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും.